ഇനി എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. വിജയകുമാർ, താങ്കൾ എവിടെയാണ് നിൽക്കുന്നത് ഇപ്പോൾ? ഈ വോട്ടെടുപ്പ് ഒരു മന്ദഗതിയിലായി, അതിനെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഞാനീ നിൽക്കുന്ന ഈസ്റ്റ് യാക്കര ഗവൺമെന്റ് LP സ്കൂളിലാണ്. ഇവിടെ അങ്ങനെ വോട്ടെടുപ്പ് മന്ദഗതിയിലായി എന്ന് ഇവിടുത്തെ കാഴ്ചകളിൽ നിന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഇവിടെ വോട്ടേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കാണുമ്പോൾ ഒരിടത്ത് ക്യൂ നന്നായിട്ടുണ്ടായിരുന്നു, ആ ക്യൂ കുറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് ക്യൂ ഒട്ടും ഉണ്ടാകാതിരുന്ന ബൂത്ത് നമ്പർ 93 ഇപ്പോൾ നല്ല ക്യൂ എത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആളുകൾ ഇങ്ങനെ ഇവിടെ പോളിംഗ് ബൂത്തിലേക്ക് വരുന്നതിന് തടസ്സമൊന്നുമില്ല. കൂടുതൽ ആളുകൾ ഇവിടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുണ്ട്. ഉച്ച സമയത്തേക്കൊക്കെ വരുമ്പോൾ തിരക്കുണ്ടാവില്ല എന്ന് കരുതിയാണ് ഉച്ചയ്ക്കൊക്കെ ആളുകൾ കൂടുതൽ വരുന്നത്. പക്ഷെ അവരെത്തുമ്പോഴും നല്ല തിരക്ക് പോളിംഗ് ബൂത്തിലുണ്ട്. അപ്പോൾ ഈ ബൂത്ത് നേരത്തെ ഏതാണ്ട് കാലിയായിരുന്നു, 93 നമ്പർ ബൂത്ത്. ഇപ്പോൾ ആ ബൂത്തിൽ നിറയെ ആളുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ക്യൂ നീണ്ടു പോവുകയാണ്. ഇവിടെ മറ്റൊരു ബൂത്താണ് 94. ആ ബൂത്തിൽ അവിടെ വനിതകളുടെ, സ്ത്രീകൾ നിന്നിരുന്ന ഒരു ക്യൂ, അത് ഏതാണ്ട് ആ ഗേറ്റ് വരെ എത്തിയിരുന്നു ഒരു അരമണിക്കൂർ മുമ്പ്. അതിപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്, ആ ക്യൂ കുറഞ്ഞിട്ടുണ്ട്, നീങ്ങുന്നുണ്ട്. അവിടെ ആ സമയത്ത് ആരോ പറഞ്ഞു ചെറിയ സാങ്കേതിക തടസ്സമാണ് ആ ക്യൂ ഇങ്ങനെ കൂടുന്നതിന് കാരണം. പക്ഷെ അങ്ങനെയല്ല, ആളുകൾ അവിടെ വോട്ട് ചെയ്യാൻ ബൂത്തുകളിലേക്ക് എത്തുന്നു. അതായിരുന്നു ആ സമയത്തെ നമ്മൾ കാഴ്ച. ഇപ്പോഴും ഏതാണ്ട് അതിന് സമാനം തന്നെയാണ്. ആളുകൾ ആ ബൂത്തുകളിൽ വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ട്. പാലക്കാട് നഗരസഭാ പരിധിയിലാണ് ഞാൻ ഈ നിൽക്കുന്ന 2 ബൂത്തുകളും ഉള്ളത്. ഇപ്പോൾ മുതിർന്ന വോട്ടേഴ്സൊക്കെ അവർ ക്യൂവിൽ അവർക്ക് ഇരിക്കുന്നത് വരെ, ക്യൂവിൽ എത്തുന്നത് വരെ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം, ഒരു ബെഞ്ചൊക്കെ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ രാവിലെ മുതൽ കാണുന്നത് ഈ മുതിർന്ന പൗരന്മാർ ധാരാളമായി അവരവരുടെ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നു എന്നതാണ്. അത് ഇപ്പോഴും ആ കാഴ്ചയ്ക്ക് മാറ്റമൊന്നുമില്ല. വീട്ടിൽ വോട്ട് സൗകര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിനിധികൾ, അവരുടെ നിരീക്ഷകർ ഇവിടെ വന്നിരുന്നു. ആ ഘട്ടത്തിൽ നമ്മൾ അവരോട് ചോദിച്ചാണ് വീട്ടിൽ വോട്ട് സൗകര്യം ഉപയോഗപ്പെടുത്താത്തത് എന്തുകൊണ്ടാണ്. അപ്പോൾ അവർ പറഞ്ഞത് പരമാവധി അതിനുള്ള ഫോമുകൾ വിതരണം ചെയ്തിട്ടുണ്ട്, അതിന് ബോധവൽക്കരണമൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ആ സൗകര്യം പലരും ഉപയോഗിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്നറിയില്ല എന്നവർ പറഞ്ഞിരുന്നു. ഇപ്പോഴേതായാലും ഒരു കാര്യം ഉറപ്പാണ്, അപ്പോൾ ആ സൗകര്യം ഉപയോഗിക്കുന്നില്ല എങ്കിലും അവർ വോട്ട് രേഖപ്പെടുത്താനായി ബൂത്തുകളിൽ ഇടയ്ക്കൊന്നും മന്ദീഭവിച്ചെങ്കിൽ വീണ്ടും ക്യൂ ഉണ്ടാവുന്നു. ഏറ്റവും ഒടുവിൽ പാലക്കാട് 28.77 ഏറ്റവും ഒടുവിൽ കിട്ടുന്ന പോളിംഗ് ശതമാനം. നഗരസഭയിൽ 29.12%, കണ്ണാടി പഞ്ചായത്തിൽ 28.9%, മാത്തൂർ പഞ്ചായത്തിൽ 28.75%, പിരായിരിയിൽ 28.25%.